ഹായ്, എല്ലാവർക്കും ബിജനബർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് എൻ്റെ പുറയിൽ കാണുന്ന വെറൈറ്റി ഐറ്റമാണ്. കൊണ്ടോടിയിൽ ഇപ്പോൾ എന്താ വെറൈറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ ലോഗോയിലേക്കൊന്ന് നോക്കിയാൽ മതി. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് മഹീന്ദ്രയുടെ ക്രൂസിയോ ഗ്രാൻഡ് ചേസിൽ കൊണ്ടോടിയിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയലക്ഷ്മി ട്രാവൽസിൻ്റെ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 38 സീറ്റർ ബസ്സാണ്. 2 ചേസാണ് 2 ഗ്രൂപ്പ് ഇറക്കിയിരുന്നത്. അതിലൊരു ബസ്സാണ് ഇപ്പം കൊണ്ടോടിയിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. 10.5 മീറ്റർ, അതായത് വലിയ ബസ്സിൻ്റെ തന്നെ നീളമുള്ള ചേസിലുള്ള ബസ്സാണ്. 5360 mm വീൽ ബേസുള്ള ബസ്സാണ്. 138 HP പവറും 525 Nm ടോർക്കുമുള്ള ചേസസാണ് മഹീന്ദ്രയുടെ ക്രൂസോ. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പം ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വണ്ടിയുടെ എൻജിൻ പാർട്ട് നോക്കാം. 3.5 ലിറ്റർ MDI ടെക് എൻജിനാണ് മഹീന്ദ്ര ഈ ബസ്സിനുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 3500 cc ആണ് വണ്ടിയുടെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുപോലെ 4 സിലിണ്ടറുള്ള എൻജിനാണ്. ബോഡി പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കൊണ്ടോടി കൗളിന് കുറച്ചൊരു ലുക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കൊണ്ടോടി കൗളിൻ്റെ ആ ലൈറ്റ് പോർഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചേസിൽ വരുന്ന ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഈ വണ്ടിയുടെ സൈഡ് ലുക്ക് നോക്കിക്കേ. ഈ ഓവറോൾ ലെങ്ത്ത് കണ്ടില്ലേ? 10415 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത്. മീറ്റർ നോക്കുകയാണെങ്കിൽ 10.5 മീറ്റർ നമ്മുടെ നോർമൽ ബസ്സിൻ്റെ ആ ഒരു ലെങ്ത്ത് തന്നെയാണ് ഈ ഒരു ബസ്സിനും മഹീന്ദ്രയുടെ ആ ഒരു ചേസിൻ്റെ നീളം വരുന്നത്. പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് ഫ്രണ്ട് ആൻഡ് റിയറിൽ സസ്പെൻഷനിൽ മഹീന്ദ്ര ഇതിന് കൊടുത്തിട്ടുള്ളത്. ചേസിൻ്റെ ടയർ സൈസ് ഡീഫോൾട്ടായിട്ട് വരുന്നത് 235/75R 17.5 സൈസിലുള്ള അപ്പോളോ ടയേഴ്സാണ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ബാറ്ററി ബോക്സ് കൊടുത്തിട്ടുള്ളത്. 100 AHൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് ഡീസൽ 120 ലിറ്ററാണ്. ഡീസൽ ടാങ്കിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് ആഡ്ബ്ലൂ ടാങ്കും വരുന്നത്. വണ്ടിയുടെ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോസിൽ കാണിക്കാത്ത മഹീന്ദ്രയുടെ സ്റ്റിയറിംഗ് വീല്, രസമുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഉള്ളൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ക്ലസ്റ്റർ വെച്ചിട്ടുള്ളത്. ഡ്രൈവർക്കായിട്ട് ഇവിടെ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലസ്റ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു CCTV ക്യാമറ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള ഇൻറ്റീരിയർ ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ച് ഈ ഒരു പോർഷനിൽ കാണാം. 362 mm ആണ് വണ്ടിയുടെ ക്ലച്ച് വരുന്നത്. 6 ഫ്രണ്ട് ഗിയറും ഒരു റിവേഴ്സ് ഗിയറുമാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡാണ്. അതുപോലെ ഇതിൻ്റെ മഹീന്ദ്രയുടെ ബോണറ്റ് ഏരിയ നോക്കി, ഒരു പ്ലെയിൻ ലുക്കിലുള്ള ബോണറ്റ് ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഡ്രൈവർ സീറ്റിൻ്റെ കംഫർട്ട് വരുന്നത്. നല്ല അടിപൊളി ഹെഡ്റസ്റ്റ് ഇത്രയൊക്കെയുള്ള അടിപൊളി സീറ്റാണ്. അതുപോലെ സീറ്റ് ബെൽറ്റും ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇതിൻ്റെ മറ്റേ ലോക്കുണ്ട്. സീറ്റ് ബെൽറ്റ് ഇവിടെ പക്കയായിട്ട് കൊണ്ടോടി ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിലായിട്ടും ഡ്രൈവറുടെ കൂടാതെ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് പോർഷൻ, ഈ കാലിൻ്റെ ഭാഗം, റൂഫ് പോർഷനെല്ലാം ക്രോം പ്ലേറ്റ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബർത്ത് സ്റ്റീലിൻ്റെ ബർത്ത് കൊടുത്തിട്ടുണ്ട്.
ചാർജിങ് പോർട്ട് അവിടെ 2 കാണാം. ഇനി സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടോടിയുടെ ഡീഫോൾട്ടായിട്ടുള്ള ലുക്കിലുള്ള സീറ്റാണ്, ബക്കറ്റ് സീറ്റ്. 2 സൈഡിലും 2x2 സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് സീറ്റുകളുടെ ഇടയിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് ഡോറിൻ്റെ അവിടെ സീറ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ബാക്കിലിരിക്കുന്നവർക്കൊരു സേഫ്റ്റിക്കൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത്, ബാക്ക് ലുക്ക് കൂടെ ഒന്ന് കൊണ്ടോടിയുടെ കാണിച്ചു തരാം. എക്സിലോ മോഡലിലുള്ള ബാക്ക് ആണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. വിജയലക്ഷ്മിൻ്റെ പേര് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ അതാ വിജയലക്ഷ്മിൻ്റെ ഈ ടാറ്റ മാർക്കോ പോളോയ്ക്ക് പകരമായിട്ടാണ് മഹീന്ദ്രയുടെ പുതിയ ബസ് വരുന്നത്. ഈ തെക്ക് ഭാഗത്ത് തന്നെ ടാറ്റ മാർക്കോ പോളോ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നൊരു ടീമാണ് വിജയലക്ഷ്മി. അവർ തന്നെയാണ് ഇപ്പോൾ പുതിയ മഹീന്ദ്രയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്യാബിൻ ലുക്ക്. അപ്പം നമ്മുടെ മഹീന്ദ്രയുടെ ക്രൂസോ ഗ്രാൻഡ് ചേസിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള വിജയലക്ഷ്മി ട്രാവൽസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടി തുടങ്ങിയിട്ടില്ല. ഓടി തുടങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 7 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്, വാഗ്ദാനം തന്നിട്ടുള്ളത്. ഓടി നമുക്ക് ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിസനപൂർ.